നമുക്ക് ഈ പ്രായത്തിൽ ഇങ്ങനത്തെ ക്യാരക്ടർ ചൂസ് ചെയ്തില്ല. ഓക്കെ, ശരിക്കും മനസ്സിലായിട്ടില്ല പടം ശരിക്കും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ലേയേഴ്സൊക്കെ ഉള്ളൊരു മൂവിയാണ്. അടിപൊളിയായിരുന്നു. സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. സൂപ്പർ, നല്ല എക്സ്പീരിയൻസ് ആണ്. എക്സ്പെക്ട് ചെയ്ത് എത്ര ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അത്യാവശ്യം. നമുക്ക് ഈ പ്രായത്തിൽ ഇങ്ങനത്തെ ക്യാരക്ടർ ചൂസ് ചെയ്തില്ല. ഓക്കെ, ട്രെയിലർ കണ്ട ഒരു ഇതുണ്ടോ? ട്രെയിലർ കണ്ടിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ട്രെയിലർ കണ്ട ഒരു എക്സ്പെക്ടേഷൻ വന്നതാണോ? അതിൻ്റെ അത്ര ഒരു ഇതില്ലായിരുന്നു, പക്ഷെ എങ്കിലും പടം കൊള്ളായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അടിപൊളിയായിരുന്നു. തിയേറ്റർ കണ്ടപ്പോൾ എങ്ങനെ? അടിപൊളിയായിരുന്നു. കുറച്ച് ലേയേഴ്സൊക്കെ ഉള്ളൊരു മൂവിയാണ്. അങ്ങനെ അത് ക്ലൈമാക്സ് ആകുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഹൊറർ എലമെന്റ് ഒക്കെ കുറേയൊക്കെ പഠിക്കാനുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതൊക്കെ കിട്ടും. നല്ല മികച്ച ചോദിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് പടത്തിനകത്ത്. ഡയറക്ടർ പറഞ്ഞിട്ടില്ലേ ഓവർ എക്സ്പെക്ട് ചെയ്യാതെ വരിക. അപ്പോൾ പടം എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്താ ഓവർ എക്സ്പെക്ഷൻ ഇല്ലാതെ ഇരിക്കുക, പടം ഇഷ്ടപ്പെടും. കണ്ടും അടുത്തൊരു ക്ലീശ പടങ്ങൾ അല്ല, ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആയിട്ടാണ് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല. പടം ഇഷ്ടപ്പെട്ടു. പടം കൊള്ളാം. ശരിക്കും മനസ്സിലായിട്ടില്ല പടം ശരിക്കും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ഹൊറർ മൂവി പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഈ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഇല്ല, ഹൊറർ നമുക്ക് ഫീൽ ചെയ്ത് തോന്നില്ല. ഒരു വേറൊരു സ്റ്റൈൽ മൂവിയാണ്. അഭിനയം വൈസ് നമുക്ക് നന്നായിട്ട് 3 പേരും ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ ഭരതനും മമ്മൂട്ടി ഓഫ് കോഴ്സ്. അതൊരു ഗ്രേറ്റ് ചോയ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ നല്ലൊരു വളരെ നല്ല വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ്. മമ്മൂട്ടി ചിന്തിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കെല്ലാം ആയി. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഹൊറർ മൂവി എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമുക്ക് പേടിക്കാനുള്ളതൊന്നുമില്ല. പിന്നെ എന്താ പറയുക, അത് ശരിക്കും അത് ഒന്നുകൂടെ കണ്ടാലേ അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതാണ് എനിക്ക് തോന്നിയത്. ഓക്കെ.